കൊല്ലം ജില്ലയിൽ ദേശീയപാതയിൽ അഷ്ടമുടി കായലിന് കുറുകെ 422.5 മീറ്റർ നീളമുള്ള പാലമാണ് നീണ്ടകര പാലം. 1972 ഫെബ്രുവരി 24-ന് പൊതുമരാമത്ത് മന്ത്രി ടി.കെ. ദിവാകരനാണ് നീണ്ടകര പാലം ഉദ്ഘാടനം ചെയ്തത്. നടപ്പാതയുമുണ്ട്. കൊല്ലം, ചവറ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന നീണ്ടകര പാലം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പാലമായിരുന്നു. കേരളത്തിലെ നീളം കൂടിയ പാലങ്ങളിലൊന്നായ നീണ്ടകര പാലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലും പുതിയ പാലം നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് വിശദമായ കാഴ്ചകളിലേക്ക് പോകാം. അഷ്ടമുടിക്കായലിലെ തന്നെ ദളവാപുരത്ത് അടുത്തിടെ പാലം വന്നതോടെ നീണ്ടകര നീളത്തിൽ 2ാം സ്ഥാനത്തായി. റാണി സേതുലക്ഷ്മി ബായിയുടെ കാലത്താണ് നീണ്ടകരയിലെ ആദ്യ പാലം നിർമ്മിക്കപ്പെട്ടത്. 1925 മെയ് 5-ന് ദിവാനായിരുന്ന M.E. വാട്സിന്റെ ഉത്തരവനുസരിച്ച് പണി ആരംഭിച്ചു. ഇംഗ്ലണ്ടിൽ നിന്നും ബ്രെയ്ത്വെയ്റ്റ് കമ്പനിയുടെ പ്രതിനിധികളെ ക്ഷണിച്ച് അവർ വന്നു പഠനം നടത്തിയ ശേഷമായിരുന്നു നിർമ്മാണം. പാലം പണിക്ക് ആവശ്യമായ വിവിധ നിർമ്മാണ സാമഗ്രികളും യന്ത്രങ്ങളും ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പൽ മാർഗം കൊണ്ടുവരികയായിരുന്നു. 11 മാസം കൊണ്ട് പണി പൂർത്തിയായി. ഉരുക്കും തടിയും ഉപയോഗിച്ച് ഗർഡർ സംവിധാനത്തിൽ 1338 അടി നീളത്തിൽ നിർമ്മിച്ച പാലം 1930-ൽ റാണി സേതുലക്ഷ്മി ബായി ഉദ്ഘാടനം ചെയ്തു. ആദ്യ പാലം അല്ലെങ്കിൽ ഈ പറഞ്ഞ നീണ്ടകര പാലം ആദ്യം ആയിരുന്ന രീതി എന്ന് പറയുന്നത് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തികച്ചും നല്ല ഒരു കാഴ്ച തന്നെയാണിത്. ദേശീയപാത 66 4 വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാലപ്പഴക്കത്താൽ അടിത്തറയും തൂണുകളും ബലക്ഷയമാണെന്ന് ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഇതിനായി ബാർഹോൾ ചെയ്തും മുങ്ങിത്താണുമായിരുന്നു വിദഗ്ധ പരിശോധന. വെള്ളത്തിനടിയിൽ തൂണിന്റെ ഭാഗം ദുർബലപ്പെട്ടുവെന്നും കോൺക്രീറ്റ് അടർന്നു തുടങ്ങിയെന്നും കണ്ടെത്തിയിരുന്നു. നിലവിലെ പാലത്തിന് ഇരുവശത്തുമായി 45 മീറ്റർ വീതം സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. നിങ്ങൾക്കിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിനകത്ത് പണികൾ ഏതാണ്ട് ആരംഭിച്ച് തൂണുകളൊക്കെ ചെയ്തു വരുന്ന കാഴ്ചകളും കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം നിലവിലെ പാലത്തിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് പാലം നിർമ്മിക്കും. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി നീണ്ടകര പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി ഉയരുന്ന പുതിയ 2 പാലങ്ങളുടെ നിർമ്മാണത്തിന് വളരെ വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാത 6 വരിയായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നീണ്ടകരയിൽ 2 പുതിയ പാലങ്ങൾ ഉയരുന്നത്. 2 പാലങ്ങളുടെയും പൈലിംഗ് ജോലികൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ഒരു ഭാഗത്തെ തൂണുകളുടെ നിർമ്മാണം ആരംഭിച്ചു.